നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആറ്റുകാലിൽ യുവതി വാടക വീട്ടിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് അതുൽ ശ്രീകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യ പ്രേരണാ കുറ്റവും ഗാർഹിക പീഡന നിയമപ്രകാരവുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. മരണപ്പെട്ട വർക്കല സ്വദേശിനി ആരതിയുടെ ആത്മഹത്യാ കുറിപ്പിലെയും ഫോണിലെ ശബ്ദ സന്ദേശത്തിലെയും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് പോലീസിന്റെ ഈ നടപടി. തന്നെയല്ല, തന്റെ പഴയ കാമുകിയെയാണ് അതുലിന് ഇപ്പോഴും ഇഷ്ടമെന്നും ശാരീരികമായും മാനസികമായും താൻ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്നും ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാകുന്നു. എന്നെയല്ല, പഴയ കാമുകിയാണ് അതുലിന് ഏറ്റവും കൂടുതലും ഇഷ്ടം. ശരീരത്തിൽ കയറിയിരുന്ന പലതവണ മുഖത്തടിച്ചു. പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ പരമാവധി മുറിവുകൾ ഉണ്ടാക്കാതെയായിരുന്നു ശാരീരിക ആക്രമണം മുഴുവനും. അതുലിന്റെ മാനസിക പീഡനം ഇനി ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം, ആരതി കത്തിൽ കുറിച്ചു. മരണത്തിൽ തൊട്ടു മുൻപ് ആരതി തന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത ഒരു ശബ്ദ സന്ദേശവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് മരിക്കാൻ ഭയമാണ്, പക്ഷേ മരിക്കാൻ ഇനി വേറെ നിവൃത്തിയില്ല എന്ന വിതുമ്പിക്കൊണ്ട് പറയുന്നതാണ് ഈ ശബ്ദ സന്ദേശം. ഇത് കേസിനെ സംബന്ധിച്ച് നിർണായക തെളിവായി മാറിയിരിക്കുകയാണ്. വെള്ളിയാഴ്ചയാണ് ആരതിയെ ആറ്റുകാൽ ചിറമുക്ക് കഞ്ഞിപ്പുരയിലെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ച വിവരം ആരതി അമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നു. കൂടാതെ അതുൽ ശാരീരികമായി ഉപദ്രവിച്ചതിന്റെയും ശരീരത്തിലേറ്റ പരിക്കുകളുടെയും ചിത്രങ്ങൾ ആരതി അമ്മയ്ക്ക് വാട്സാപ്പിൽ അയച്ചു നൽകിയിരുന്നു. ആരതിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ നിരവധി പാടുകൾ ഇൻക്വസ്റ്റ് നടപടികളിലും കണ്ടെത്തിയിട്ടുണ്ട്. 1.5 വർഷം മുൻപാണ് വർക്കല സ്വദേശിയായ ആരതിയും കല്ലറ സ്വദേശിയായ അതുലും വിവാഹിതരായത്. 6 മാസം മുൻപാണ് ഇവർ ആറ്റുകാലിലെ വാടക വീട്ടിലേക്ക് താമസം മാറിയത്. വിവാഹശേഷം പല കാരണങ്ങൾ പറഞ്ഞ് അതുൽ ആരതിയെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് യുവതിയുടെ കുടുംബവും ആരോപിക്കുന്നു. അതുലിന്റെ ക്രൂരമായ പീഡനം കാരണമാണ് മകൾ ജീവനൊടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ പരാതി. കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് അതുലിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. പ്രതി ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ആറ്റുകാൽ ചിറമുക്കിലെ വാടക വീട്ടിൽ വർക്കല സ്വദേശിനി ആരതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് ഭരതന്നൂർ സ്വദേശി അതുൽ ശ്രീകുമാറിനെതിരെ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്.